വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിക്കായി ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2025 നവംബർ മാസം 16-ാം തീയതി നമ്മൾ കൂടി വന്നു. ഇപ്പോൾ 17-ാം തീയതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മൾ പതിവ് നടക്കുന്ന രാത്രി പ്രാർത്ഥനയുടെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ സമയം വേർതിരിക്കുന്നത്. എന്നുവെച്ചാൽ വരുന്ന മാസം നമുക്ക് ആനുവൽ എൻഡിങ് മീറ്റിങ്ങുകളൊക്കെ ആയതുകൊണ്ട്, തിരക്കായതുകൊണ്ട് നമുക്ക് രാത്രി പ്രാർത്ഥന കാണും. നമ്മൾ രാത്രി പ്രാർത്ഥന ഉണ്ടായിരിക്കും. നമുക്ക് ആരും പ്രാരംഭ സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. വരുന്ന മാസം ഉണ്ടായി, പക്ഷേ തിരക്കായിരിക്കും എല്ലാവരും. എങ്കിലും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 146-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു. യഹോവ കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. 2 പ്രാവശ്യം ഈ 145-ലും ഈ വചനം മറ്റു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 14-ാം വാക്യം, വീഴുന്നവരൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു. കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും അവൻ നിവർത്തുന്നു. ഇതിനു മുമ്പ് സന്ദേശം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഈ ദൈവവചനം സൂക്ഷിച്ചപ്പോൾ ഈ വിഷയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഇത് രാത്രിയിൽ സന്ദേശമായിട്ട് എടുക്കണമെന്ന് താല്പര്യപ്പെട്ടത് കൊണ്ടാണ് രാത്രി ഈ സന്ദേശം എടുക്കുന്നത്. ഇവിടെ രേഖപ്പെടുന്ന യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്നാണ്. എന്താണ് ഈ കുനിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് കുനിഞ്ഞിരിക്കുന്നത്? കുനിഞ്ഞിരിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അത് വാസ്തവത്തിൽ കുനിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്നത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെ വന്നു പുറത്തുന്നു എന്നുള്ളത്. പല വിധത്തിലുള്ള കുനിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 35-ാം വായിക്കുമ്പോൾ എന്താണ് കുനിഞ്ഞിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ തല കുനിക്കുന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇബ്താഗ് പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായം 35-ാം വാക്യം, അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ കുനിഞ്ഞിരിക്കുക എന്നതിൻ്റെ അർത്ഥം വ്യസനിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കുക എന്നതാണ് എൻ്റെ അർത്ഥം. വ്യസനത്തിലായിരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കുന്നതിനെയാണ് കുനിഞ്ഞിരിക്കുക എന്നതിൻ്റെ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, അടിമത്ത നാട്ടിൽ ഒരിക്കലും നിവർന്നു നടക്കാൻ കഴിയത്തില്ല. നാം അടിമത്തത്തിലാണെങ്കിൽ, ബന്ധനത്തിലാണെങ്കിൽ നമുക്ക് നിവർന്നു നടക്കാൻ കഴിയത്തില്ല. നാം വ്യസനിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും, വ്യസനമായിരിക്കും. അങ്ങനെയല്ലേ? കാരണം ഒരിക്കലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിവർന്നു നടക്കാൻ കഴിയത്തില്ല. എപ്പോഴും വ്യസനം നമ്മളെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കും. അതിനെ ഹൃദയത്തിൻ്റെ ഭാരമെന്ന ഇബ്താഗ് പറയുക. ഇബ്താഗ് സന്തോഷത്തോടെ മടങ്ങി വരിക, വളരെ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ അവൻ്റെ സന്തോഷം നിമിഷം കൊണ്ട് കെട്ടടങ്ങി. നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയ പോരാട്ടം നടത്തി, യുദ്ധം നടത്തി, ജയിച്ച് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി കൊണ്ടിരുന്ന അവൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കണ്ടത് മുഖാന്തരമായി അവൻ്റെ ദുഃഖമുണ്ടായെങ്കിലും, ദുഃഖിക്കുന്ന കൂട്ടത്തിലായെങ്കിലും അവൻ പറയുകയാണ്, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. അവനെടുത്ത തീരുമാനമായിരുന്നു. അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്താണ് തല കുനിയിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സന്ദർഭം ഞാൻ എടുത്തത്. ഇവിടെ ദൈവപ്രവൃത്തി കഴിഞ്ഞ് ദൈവത്തെ അനുസരിച്ച് വന്ന ഇബ്താഗിൻ്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെടേണ്ടത് അവൻ്റെ മകളെയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവന് ഒരു മകളെയെ നഷ്ടപ്പെട്ടുള്ളൂ. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ഇസ്രായേലിൽ അനേക മക്കളെയും പുരുഷന്മാരെയും കുടുംബങ്ങളെയും രക്ഷിപ്പാൻ ഇടയായി തീർന്നു. മറുഭാഗത്ത് നാം കാണേണ്ടത് അതാണ്. അവിടെ ഇബ്താഗ് നേർച്ച നേർന്നത് വെറുതെയല്ല. അവൻ നേർച്ച നേർന്നത്, അവനങ്ങനെ അവനെ കൊണ്ട് നേർച്ച നേർപ്പിച്ചത്, അത് ഞാൻ വിചാരിക്കുന്നത് അവൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് കൊടുത്ത ഒരു പ്രേരണയാണ്. കാരണം യുദ്ധം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അനേകം ആൾക്കാർ കൊല്ലപ്പെടും, നശിച്ചു പോകും, ഇല്ലാതായിത്തീരും.
അപ്പോൾ ഇവിടെ അതിന് പകരമായി ഒരുവളെ ദൈവത്തിന് അല്ലെങ്കിൽ പകരമായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് സന്തോഷമുണ്ടായപ്പോൾ, അനേകർക്ക് ആനന്ദമുണ്ടായപ്പോൾ, മറുഭാഗത്ത് ഇതിനു വേണ്ടി മുമ്പിൽ നിന്ന ഇബ്താഹിന് അവന് വിഷമമുണ്ടായെങ്കിലും, അവനും അവൻ്റെ രാജ്യത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും വ്യസനമുണ്ടായെങ്കിലും ആ വ്യസനമായി തീരാതിരിക്കാൻ കാരണമായി തീർന്നത് മറുഭാഗം ഓർക്കുമ്പോൾ അനവധി കന്യകമാർ സ്വാതന്ത്ര്യത്തോടെ ഓടി നടക്കുന്ന കാണുമ്പോൾ അവിടെ നൃത്തം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ആ രാജ്യത്തെ മാറ്റിയെടുക്കാൻ കാരണമായി തീർന്നത് ഇബ്താന്റെ മകൾ മരിച്ചതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവളെ ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഇവര് നൃത്തം ചെയ്യാൻ വേണ്ടി പോയെന്നാണ് പറഞ്ഞത്. യുദ്ധത്തിന് പരാജയപ്പെട്ട് പോയിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്താകുമായിരുന്നു? അവിടെ നൃത്തം ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. അടിമത്തം അവരെ പിടിക്കുമായിരുന്നു. കന്യകമാർ ആ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെയൊക്കെ ബലാത്കാരനെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയം ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇതെന്താണ് ഇങ്ങനൊരു വിഷയമുണ്ടായി, ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായ ആവശ്യമുണ്ടായിരുന്നോ എന്ന് പലപ്പോഴും വായിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളവരാ അല്ലേ? പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ ആവശ്യമുണ്ടായിരുന്നോ? അപ്പം ദൈവം ഒരിക്കലും ആ മനുഷ്യന്റെ തലമുറയെ ദൈവം ചോദിക്കാറില്ല. എന്നാൽ ഇതിൻ്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, യുദ്ധം വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇബ്താഹിന്റെ മകൾ ഉൾപ്പെടെയുള്ള സകല പെൺകുട്ടികളും അടിമത്തത്തിലേക്ക് പോകണമായിരുന്നു. വളരെയധികം പ്രതികൂലത്തിലേക്ക് രാജ്യം കടന്നു പോകണമായിരുന്നു. എന്നാൽ ഒരുവൾ മാത്രമേ അവനെടുത്ത തീരുമാനത്തിൽ പോകേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? നൃത്തം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുവാനിടയാത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചില കണ്ണുനീരുകളും ചില ദുഃഖങ്ങളും ചിലത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് വിടുതലുണ്ടാകുകയുള്ളൂ, ഒരു സമൂഹം സന്തോഷിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ഇരുന്ന് കഷ്ടതയുണ്ട്. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിന് പ്രയാസമുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു സമൂഹത്തെ രക്ഷിക്കുവാൻ, ഒരു കൂട്ടത്തെ രക്ഷിപ്പാൻ ഏറ്റെടുത്തേ മതിയാകുള്ളൂ. അതുകൊണ്ടാണ് ഇബ്താഹിന്റെ മകൾ നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അവൾ പറഞ്ഞു, ഞാൻ യഹോവയോട് പറഞ്ഞു പോയി, എനിക്ക് പിന്മാറിക്കൂടാന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ പോയി, ഉല്ലാസത്തോടെ കഴിഞ്ഞ് 2 മാസം സന്തോഷിച്ച് നീ പറഞ്ഞ പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, അവിടെ ഇസ്രായേലിൽ അവിടെ വാസ്തവത്തിൽ നൃത്തം ഘോഷിക്കത്തക്കവണ്ണം, പാടത്തക്കവണ്ണം, ആരാധിക്കത്തക്കവണ്ണം, ദൈവത്തെ ഉയർത്തത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇബ്താഹിനോട് അതേ ചെയ്തേ മതിയാകുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചിലരുടെ വിടുതലിന് വേണ്ടി ചിലത് നാം സഹിച്ചേ മതിയാകുള്ളൂ, നഷ്ടപ്പെടുത്തിയേ മതിയാകുള്ളൂ. അവിടെ ഇബ്താഹിന് തൻ്റെ മകളെയാ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. എന്നാൽ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സമയങ്ങളെ, നമ്മുടെ രാത്രികളെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അനേകരുടെ വിവിധ വിഷയങ്ങൾക്ക്, ഒരു ഉറക്കമില്ലാത്ത വിഷയങ്ങൾക്ക്, അവിടെ ഭാരമേറിയ വിഷയങ്ങൾക്ക് പരിഹാരമായി തീരുവാൻ ഇടയായിത്തീരും. അതാണ് ഈ സന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇബ്താഹിന്റെ ജീവിതത്തെക്കുറിച്ച് പലരും ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിക്കും, എങ്ങനെ ഇബ്താഹ് യുദ്ധം ചെയ്തു വരുമ്പോൾ അവൻ അങ്ങനെ പറയണമായിരുന്നോ, അങ്ങനെ ദൈവം അനുവദിക്കണമായിരുന്നോ എന്നൊക്കെ നാം പലപ്പോഴും ചിന്തിക്കുമ്പോൾ മറുഭാഗം ഓർക്കണം, ചില നഷ്ടങ്ങൾ ഉണ്ടായാലും അത് നഷ്ടമല്ല, അത് ലാഭമാണ്. കാരണം എത്രയോ യുവതികൾ, കന്യകമാർ യുദ്ധം മുഖാന്തരം, ഇബ്താഹ് മുഖാന്തരം, അവൻ്റെ കുടുംബ മുഖാന്തരം രക്ഷപ്രാപിപ്പാനിടയായിരുന്നു. ഇങ്ങനെയെങ്കിൽ അവനെ ദുഃഖിപ്പിക്കുന്ന കൂട്ടത്തിലായെങ്കിൽ, വ്യസനിപ്പിക്കുന്ന കൂട്ടത്തിലായി തീർന്നെങ്കിലും മറുഭാഗം നോക്കുമ്പോൾ അവന് സന്തോഷിപ്പാൻ വകയുണ്ട്. യുദ്ധ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വലിയ വാഗ്വാദങ്ങളും യുദ്ധങ്ങളും ഉണ്ടായി. വലിയ വിഷയങ്ങൾ, അമ്മൂനുമായിട്ടുള്ള യുദ്ധത്തിനുള്ള വിഷയത്തിൽ അവിടെ വലിയ പ്രശ്നമായി തീരാമായിരുന്നു. എന്നാൽ ഇബ്താഹ് മുഖാന്തരമായി, അവൻ്റെ മകൾ മുഖാന്തരമായി ആ യുദ്ധം വിജയിക്കുവാൻ ഇടയാത്തീർന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, നീ എന്നെ തല കുനിക്കുന്ന ഇടയിലാക്കിയല്ലോ, ഞാൻ വ്യസനിക്കുന്ന ഒരു കൂട്ടത്തിലായിപ്പോയല്ലോ എന്ന്. അപ്പോൾ ഈ തല കുനിയിക്കുക, നിവർന്നു നടക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം, വ്യസനം കൂടുമ്പോഴാണ് നമ്മുടെ തലകൾ താഴ്ത്തുന്നത്. തലകൾ താഴ്ന്നുമ്പോൾ തല നേരെ നടക്കാൻ കഴിയത്തില്ല. ആ ഒരു അനുഭവത്തെ കണ്ടുകൊണ്ടാണ്
ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് മുമ്പായി നിരവധി സമയങ്ങൾ ആൾക്കാർ കുനിഞ്ഞിരിക്കുന്നവരായിരുന്നു. പാപത്തിന്റെ ഭാരം മുഖാന്തരമായി കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. അകൃത്യഭാരം വഹിക്കുന്നവന്റെ വഴി വളഞ്ഞിരിക്കുന്ന പറയുന്ന പാപഭാരം വഹിച്ച് കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരുന്നു. കഥ പറഞ്ഞു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. നമ്മുടെ അടിമത്തമായിരുന്ന പാപം നമ്മുടെ മേൽ കെട്ടിവെച്ചിരുന്ന സാത്താൻ, അത് പലവിധമായിരിക്കുന്ന ബന്ധനങ്ങളായിരുന്നു, ഭാരമായിരുന്നു. നമുക്കറിയാം, രോഗത്തിന്റെ ഭാരം, പാരമ്പര്യത്തിന്റെ ഭാരം, അങ്ങനെ സമൂഹത്തിന്റെ പാപഭാരങ്ങൾ, ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വെച്ച് എല്ലാവരും കുനിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആ വലിയ രക്ഷകണമായിരിക്കുന്ന പ്രവൃത്തി നടന്നതുകൊണ്ടാണ് നാം ഇന്ന് നിവർന്നു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് നിവർന്നു നിൽക്കാൻ കാരണമാറ്റുന്നത്? ദൈവത്തിന്റെ ശക്തി നമ്മൾ മേൽ വ്യാപരിച്ചതുകൊണ്ട്, കുഞ്ഞാടിന്റെ വിശുദ്ധീകരണത്തിന്റെ ശക്തി വന്നതുകൊണ്ടാണ് നമുക്ക് ദിവസങ്ങളിൽ ജാതികളായിരിക്കുന്ന നമുക്ക് നിവർന്നു നിൽക്കുവാൻ സാധ്യമായിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് സ്ഥലത്തെടുത്ത് പഠിച്ചാലും ദൈവത്തിന്റെ വചനം ചെന്നിടത്തെല്ലാം അവിടെ ജീവിതങ്ങൾ നിവർന്നു നിന്നിട്ടുണ്ട്, അടിമത്തങ്ങൾ നിന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രിയിലും വ്യസനത്താൽ ഭാരത്താൽ ദുഃഖിക്കുന്ന വിഷയങ്ങളായിട്ടുള്ളവരെ നിവർത്തുവാൻ, അവരെ നിവർന്നു നടക്കുമാറാക്കുവാൻ ദൈവത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് കർത്താവ് അനുഗ്രഹത്തിന്റെ സന്ദേശമായ ലേവ്യ പുസ്തകം 26-ാം അധ്യായോടെ അവരെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ ഇപ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആരായിരുന്നെന്നും നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതും അവരോട് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 26-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ മിസ്രയീമികൾക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ചു നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അപ്പോൾ ബദ്ധന്മാരെ, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ പറയുക, നിങ്ങൾ മിസ്രയീമ്യർക്ക് ആകാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അടിമത്തത്തിലായിത്തീരാതിരിക്കുവാൻ ഒരു പ്രത്യേക സമയം ദൈവം അനുവദിച്ചു കൊടുത്തിരുന്നു അബ്രഹാമിന്റെ സന്തതിക്ക്. ദൈവം പറഞ്ഞു, നിന്റെ തലമുറ 400 സംവത്സരം അന്യദേശത്ത് അവരെ സേവിക്കുമെന്ന് പറഞ്ഞു. ആ 400 സംവത്സരം മാത്രമാണ് ദൈവം അനുവദിച്ചു കൊടുത്തത്. അതിനൊരു ദിവസം കൂടി മുന്നോട്ട് പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാ സമയത്ത് തന്നെ, അത് അടുത്ത സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം നടന്നിരിക്കും. നമ്മുടെ ജീവിതത്തിലും ഏത് വിഷയമാണെങ്കിലും നാം ദുഃഖിച്ചിരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും ദൈവം അതിന് ഒരു ദിവസം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ. ആരായിരുന്നു? അടിമകളായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയാണേ, അതങ്ങനെ അടിമകളായി പോകുമായിരുന്നു. എന്നാൽ അവിടെ വിട്ടതാരാണോ അവൻ പറഞ്ഞു, സ്ഥിരമായിട്ട് നിങ്ങളെ അടിമത്തത്തിന് വിട്ടതല്ല, അവിടെ ദൈവം വിട്ടതിന് ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, അവിടെ നിന്ന് നിങ്ങളെ 400 സംവത്സരം കഴിഞ്ഞ് വിടിവിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ദൈവം ചെയ്തു. അതുപോലെ പറഞ്ഞ് അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. ഈ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്ന ഫറവോന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് തനിയെ വെടി വരാൻ കഴിയത്തില്ല. ഇവരെ എത്ര സംഘടിച്ചാലും എത്ര ജനസംഖ്യ ഇവിടെ ഉണ്ടായാലും ഫറവോന്റെ കയ്യിൽ നിന്ന് വെളി വരാൻ കഴിയത്തില്ല. എന്നാൽ ഫറവോന്റെ രാജാക്കന്മാർക്ക് മനസ്സിലായി, യാവസ്പനെ അറിയാൻ വയ്യാത്ത രാജാക്കന്മാർ വന്ന മനസ്സിലായി, ഇവർ വർദ്ധിച്ചു പെരുകുക. ഈ പ്രവാസകാലത്ത് ജനം വർദ്ധിച്ചു പെരുകുന്നു. കാരണം പെരുകി
ഇവരെ ആ ദേശം നിറയുന്ന രീതിയിലേക്കായി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ വേഗത്തിൽ ദേശത്തെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപായം പ്രയോഗിപ്പാട്ടിടയാത്തതെന്ന്. പക്ഷേ അവൻ ഉപയോഗിച്ച ഉപായങ്ങളൊന്നും ദൈവം അനുകൂലമായിത്തീരുന്ന ഇസ്രായേലിനെതിരെ പ്രബലപ്പെടുവാൻ ഇടയാത്തുന്നില്ല. അപ്പോൾ അവിടുന്ന് ദൈവം കൊണ്ടുവന്ന് കഥ പറയാണ്, യഹോവ ഞാനാകുന്നു, ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ചു. ഫറവോൻ വെച്ചിരുന്ന ആ ഫറവോൻ എന്ന ഇരുമ്പ് കരങ്ങൾ അവിടെ മേൽ ഇസ്രായേലിന്റെ മേൽ വെച്ചിരിക്കുകയായിരുന്നു, അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതിനെ ഒടിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പലവിധമായ പാരമ്പര്യങ്ങളുടെയും പാപങ്ങളുടെയും രോഗങ്ങളുടെയും വിവിധ വിഷയങ്ങളുടെ നുകക്കൈകൾ കൊണ്ട് അമക്കി വെച്ചിരുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ കൃപയാൽ അവന്റെ വചനമാകുന്ന ശക്തി കൊണ്ട് ഒടിച്ചു നിങ്ങളെ നിവർന്നടക്കുമാറാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് നാം വിടുതൽ എന്ന് പറയുന്നത്. നമ്മളെ വിടുവിച്ചു, നമ്മളെ സ്വതന്ത്രമാക്കി, നമ്മെ ദൈവം റിലീസ് ചെയ്തു. അവന്റെ കയ്യിൽ നിന്ന്, അവന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ റിലീസ് ചെയ്തതുകൊണ്ടാണ് നാം കരമൊക്കെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കൈ ഉയർത്താൻ കഴിയാതിരുന്ന കരങ്ങളെ ദൈവം കൈ ഉയർത്തിക്കുന്നു. ഈ ദിവസങ്ങളിൽ കുനിഞ്ഞിരിക്കുന്നത് നിവർത്തുന്ന ദൈവപ്രവർത്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിവിധ വിഷയങ്ങളാൽ വ്യസനമായി അടിമത്തത്തിലിരുന്ന ജീവിതങ്ങളുടെ ബന്ധനങ്ങളെ കർത്താവ് പറഞ്ഞു, ഞാൻ അഴിക്കും, ഞാൻ അവരെ നുകക്കൈകളെ ഒടിച്ചവരെ സ്വതന്ത്രമാക്കി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ ദിവസം നിവർന്നടക്കാൻ കഴിയാത്ത വിധത്തിൽ വേദനയോടെ ഭാരത്തോടെ വിവിധ വിഷയങ്ങളോട് ബന്ധത്തിൽ കുനിഞ്ഞിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. അവൻ നമ്മുടെ തല ഉയർത്തുന്നവനാ, നുകക്കൈകളെ ഒടിച്ചു മാറ്റുന്നവനാ. ഏതാണോ നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ ദിവസങ്ങളിൽ സന്തോഷം തരാതിരിക്കാൻ വേണ്ടി ശത്രു വെച്ചിരിക്കുന്ന നുകക്കൈകൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്താൽ അതിനെ ഒടിച്ചു കളയുകയാണ്. വിശ്വസിക്കുന്നു. അതേ, ഭാരമാറ്റിടാൻ സാധ്യതയുള്ള വിഷയങ്ങളെ ഈ രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം, ഈ രാത്രിയിലെ പ്രാർത്ഥന മുഖാന്തരമായി നാം ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം കരയറ്റുമ്പോൾ അങ്ങനെയുള്ള ആ ശക്തികളെ ദൈവം ഒടിച്ചു കളഞ്ഞ് നമ്മളെ നിവർന്ന് നടക്കുമാറാക്കുന്ന ദൈവമാണ്. ശത്രു വിചാരിക്കുന്നത് എന്നും നീ കുനിഞ്ഞിരിക്കണമെന്ന, എന്നും നീ ദുഃഖിച്ചിരിക്കണമെന്ന, എന്നും ഇസ്രായേൽ അടിമത്തത്തിൽ കിടക്കണമെന്ന, എന്നും അവൻ തല ഉയർത്തരുതെന്ന, ഒരിക്കലും അവൻ സീവൻ ഗീതങ്ങൾ പാടരുതെന്ന, ഒരിക്കലും അവൻ ആരാധിക്കരുതെന്ന, ഒരിക്കലും അവൻ സന്തോഷിക്കരുതെന്ന ശത്രു വിചാരിക്കുന്നതെങ്കിൽ യഥാർത്ഥമായി യാഗം കഴിച്ച് നിയമം പ്രാപിച്ച് ദൈവത്തിന് ഐശ്വര്യമായ അനുഗ്രഹം പ്രാപിച്ച അബ്രഹാമിന്റെ സന്തതിയെ നിനക്കൊതുക്കി വെക്കാൻ കഴിയത്തില്ല. പിശാചേ, നീ എത്ര പ്രബലപ്പെട്ട് പ്രവർത്തിച്ചാലും ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ മീതെ നിനക്കൊരു കരം വെക്കാൻ കഴിയത്തില്ല. അവൻ അനുവദിച്ചിട്ടല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൻ ഒരു സമയം അനുവദിച്ചു തരും. ആ സമയത്തിനുള്ളിൽ അവൻ ഞങ്ങളെ വിടിവിക്കുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യും. അബ്രഹാം യഥാർത്ഥമായി യാഗം കഴിച്ചവനാ. മകനെ യാഗം കൊടുത്ത്, നമുക്കറിയാമല്ലോ ഇബ്താഗ് പറഞ്ഞത്, നീ എന്നെ ദുഃഖിപ്പിച്ചല്ലോ, പ്രയാസപ്പെടുത്തിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇസഹാക്കിനെ അവൻ മനഃപൂർവ്വമായി അബ്രഹാം യാഗമായി കൊടുത്ത് ദൈവനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുവാനും ഇടയായിട്ട്. ഐശ്വര്യമായ അനുഗ്രഹം പ്രാപിച്ചവൻ ആരാധിക്കുന്നവനായിരിക്കും. ഐശ്വര്യമായി അനുഗ്രഹം പ്രാപിക്കുന്നവൻ ദീർഘദൃഷ്ടിയുള്ളവനായിരിക്കും. ഐശ്വര്യമായി അനുഗ്രഹം പ്രാപിച്ചവന് അവന് ഇവിടമായിരിക്കില്ല അവന്റെ ലക്ഷ്യം. അവനെപ്പോഴും ഉയരത്തിലേക്കുള്ള ദർശനമായിരിക്കുമുള്ളത്. അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഐശ്വര്യമായ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ഇസ്രായേലിന്റെ, അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസ്രായേലിനെ ദൈവം തക്ക സമയത്ത് അവരെ വിടിവിച്ചു, അവരെ നിവർന്നു നടക്കുമാറാക്കി എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഇവരാരും ബദ്ധന്മാരായിട്ടല്ല പോകുന്നത്. അല്ല, അവിടുന്ന് പോകുന്നത് എങ്ങനെയാ പോകുന്നത്? അടിമകൾ അവിടുന്ന് പോകുന്നത് യുദ്ധസന്നദ്ധരായിട്ടാണ് പോകുന്നത്, ജയാളികളായിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതുവരെയും അവരെ ഒതുക്കി വെച്ചിരുന്ന ഫറവോനെയും സൈന്യത്തെയും ദൈവം ന്യായം വിധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോകുന്നത് ജയഘോഷം മുഴക്കിക്കൊണ്ടാ പോകുന്നത്. ഒളിച്ചുമോടിയുമല്ല പോകുന്നത്. അവർ പോകുന്നത് ദൈവം കൽപ്പിച്ചപ്പോൾ വളരെ ബഹുസമ്പന്നതോടും സമ്പത്തോടു കൂടിയാണ് അവർ അവിടുന്ന് പുറപ്പെട്ടു പോരുന്നത്.
വരുവാനിടയാക്കുന്നത്. ദൈവം കൊണ്ടുപോകുന്നതാണെങ്കിൽ കൊള്ളയടിക്കാന്ന് വെച്ചുകൊണ്ട് നീ വന്നാൽ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ഇവരെ വിട്ടു കഴിഞ്ഞപ്പോഴാണ് പറവൻ വിചാരിച്ചത് ഇവര് രക്ഷപ്പെട്ടു പോയല്ലോ, ദൈവം നുകക്കൈ ഒടിച്ച് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ വീണ്ടും പിടിച്ചടിമപ്പാടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അവനത് സാധിച്ചില്ല. അവന്റെ കരങ്ങൾക്ക് കരുത്തില്ലാതായി പോയി. എല്ലാം വെള്ളത്തിൽ താണുപോയെങ്കിൽ ദൈവമക്കൾക്കെതിരെ ആശയോടും ആഗ്രഹത്തോടും വരുന്ന പാരമ്പര്യ ശക്തികളുണ്ട്, പോരുകളുണ്ട്, വെല്ലുവിളികളുണ്ടെന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നത് ദൈവം നമുക്ക് സഹായമായി കൂടെയുള്ളത് കൊണ്ട് അവന് നമ്മളെ പിടിച്ച് വീണ്ടും അടിമപ്പാടിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ ദൈവം സ്വതന്ത്രമാക്കിയ എത്രയോ വ്യക്തികളെ നമുക്ക് പഠിക്കാൻ കഴിയും, എത്രയോ പേരെ നമുക്ക് കാണാൻ സാധിക്കും. കുനിഞ്ഞിരിക്കുന്ന അനേകരെ ദൈവം നിവർത്തിയിട്ടുണ്ട്, ദൈവം അനേക പ്രിയപ്പെട്ടവരെ നിവർത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു വ്യക്തിയെ വേഗത്തിൽ വെളിപ്പെടും. നമുക്കറിയാവുന്ന കാര്യം, പല പ്രാവശ്യം ഞാൻ പറഞ്ഞ് ചിന്തിച്ചുള്ള വിഷയമാണ്. എന്നാൽ യേശു കുനിഞ്ഞിരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. യേശു കുനിഞ്ഞിരുന്നു. കുനിഞ്ഞിരിക്കുന്നത് ഓർത്താൻ വേണ്ടി വന്ന കർത്താവ് കുനിഞ്ഞിരിക്കുക അല്ലേ? കുനിഞ്ഞിരിക്കുന്ന വൃത്തം ഉണ്ടാവുന്നത് യേശുവാണ്. കുനിഞ്ഞിരിക്കുന്ന വൃത്തം പോലെ യേശു കുനിഞ്ഞിരുന്ന സന്ദർഭം നിങ്ങൾക്ക് അറിയാം. എവിടെന്നറിയാവോ? യേശു കുനിഞ്ഞിരുന്നു. അവൻ കുനിഞ്ഞിരിക്കാൻ കാരണം അവന് ദുഃഖമുണ്ടായി, വേദനയുണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാത്ത സന്ദർഭങ്ങളിലാണ് കുനിഞ്ഞിരിക്കുന്നത്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ കുനിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നസ്രയനെ കൊണ്ടുവന്നെത്തിക്കാമെന്നാണ് ചില വിചാരിച്ചത്, അവൻ കുനിഞ്ഞിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അവൻ കുനിഞ്ഞിരുന്നാൽ പോലും ആ കുനിഞ്ഞിരിക്കുന്നതിലും വിടുതലുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അറിയാം. അവിടെ യേശു കുനിഞ്ഞ് ഇരുന്ന് ചിലത് എഴുതാനിടയായിട്ടെന്നാ പറഞ്ഞത്. അപ്പോൾ കുനിഞ്ഞിരിക്കുന്നത് നിവർത്താൻ വേണ്ടി വന്നതാണ് കർത്താവ്. ഇത് 8-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവോ ഒലിമലയ്ക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞു. അപ്പോൾ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ വേണ്ടി വന്ന കർത്താവ് ഇവിടെ കുനിഞ്ഞെന്നാ പറഞ്ഞിരിക്കുന്നത്. കുനിഞ്ഞു. വാസ്തവത്തിൽ യേശു കുനിഞ്ഞത് ആ സ്ത്രീയുടെ മനസ്സിൽ അവളുടെ വേദന, ഭാരം, അവളുടെ ആ വളരെ വലിയ പ്രാണഭീതി കണ്ടുകൊണ്ടാണ് ഇവിടെ കർത്താവ് തന്നെ കുനിയുന്നത്. ഇവിടെ രക്ഷിച്ചേ മതിയാകുകയുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ തലകുനിക്ക് നിൽക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിൽ അവക്കൊരു ഒന്നും മുമ്പോട്ടിനി ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലായി. വസതിൽ തലകുനിച്ച് ഇത്രയും പേർ നിവർന്നു നിൽക്കുക. ഒരൊറ്റ സ്ത്രീ മാത്രമാണ് തലകുനിച്ച് നിൽക്കുന്നത്. അവൾ തലകുനിഞ്ഞ് നിൽക്കുമ്പോൾ അവളോട് കൂടെ തലകുനിച്ചവനാണ് എൻ്റെ യേശു. എല്ലാവരും ന്യായപ്രമാണത്തിന്റെ വാദഗതികളുമായി എല്ലാവരും നിവർന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ സ്വതന്ത്രരാണ്. ന്യായപ്രമാണത്തിന്റെ പ്രമാണമനുസരിച്ച് ഞങ്ങൾ സ്വതന്ത്രരാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിവർന്നു നിൽക്കുമ്പോൾ കർത്താവ് തലകുനിഞ്ഞ് നിൽക്കുന്ന ആ സ്ത്രീയുടെ മനോവേദന അറിഞ്ഞു. അവളുടെ ഭാരം അറിയുവാനിടയായിരുന്നു. ഭൂരിപക്ഷം മുഴുവനും നിവർന്നു നിൽക്കുകയാണ്. ഒരൊറ്റ എണ്ണം പോലും അവളോട് ചേർന്ന് നിൽക്കാനില്ലായിരുന്നു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ഭാരമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദന അനുഭവിക്കുന്നതോട് കൊടുത്ത് നിൽക്കുവാൻ നീ കുനിയുമ്പോൾ നിന്നോടൊപ്പം കുനിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമുക്ക് വേണ്ടി കുനിഞ്ഞാൽ അവൻ തല ഉയർത്തുന്നത്
നിന്റെ തല ഉയർത്തിയിട്ടേ അവൻ മാറുകയുള്ളൂ. ഇന്ന് രാത്രിയിലും സന്ദേശം വേണ്ടതുപോലെ ഗ്രഹിച്ചെടുക്കണം. നിരവധി പ്രാവശ്യം നാം കേട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം വചനം കേട്ടാലും അതിൻ്റെ അകത്തെല്ലാം പിന്നെയും പിന്നെയും ആഴങ്ങൾ, മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകത പ്രസംഗിച്ച് തീർക്കാൻ കഴിയത്തില്ല. ഇവിടെ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ ഈ വിഷയം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകമായിരിക്കുന്ന ഒരു ദൂത് ദൈവാത്മാവ് മറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും നിവർന്ന് നിൽക്കുകയല്ലേ. അവിടെ ആ സന്ദർഭം ഒന്ന് കാണാമെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ കല്ലുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ തീർത്ത് കളയാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. നിവർന്ന് നിൽക്കുക, നേരെ നിൽക്കുക, ന്യായപ്രമാണം മുഖാന്തരം നിവർന്ന് നിൽക്കുക. കർത്താവ് പറഞ്ഞു, ആ ന്യായപ്രമാണം മുഖാന്തരം നിങ്ങളെല്ലാം നിവർന്ന് നിൽക്കുമ്പോൾ ഞാനിവിടെ തല കുനിക്കുന്നത് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാ. സകല മഹത്വവും സ്വർഗത്തിൽ ഉണ്ടായിരുന്ന കർത്താവ് താഴെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവൻ തല കുനിച്ചത് നമ്മെ വിടിവിക്കാൻ വേണ്ടിയാ. അന്ന് അവിടെ തല കുനിച്ചപ്പോൾ അവളെ വിടിവിക്കാൻ വേണ്ടിയുള്ള വാക്ക് യേശുവോട് ഉച്ചരിച്ചു. തല കുനിഞ്ഞു, വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. വെറുതെ തല കുനിഞ്ഞിരിക്കുകയല്ല, മിണ്ടാതിരിക്കുകയല്ല, മൗനമായിട്ടിരിക്കുകയല്ല. ഇവര് ആക്രോശിച്ചുകൊണ്ടിരിക്കുക. ഇവളെ അനുവദിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് പ്രമാണമില്ല, ഇവർ കൊണ്ട് കല്ലെറിഞ്ഞ് വന്നാൽ പോരായിരുന്നോ? ഇവർക്ക് കല്ലെറിഞ്ഞ് വന്ന് മതിയാകത്തില്ലായിരുന്നോ? അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവളെ കൊല്ലുന്നതോടൊപ്പം തന്നെ യേശു എന്ന രക്ഷകൻ അവനെ കൂടി കൊടുക്കണമെന്ന് ഇവർ വിചാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവർ യേശുവിന്റെ അടുക്കൽ ഇവളെ കൊണ്ടുവന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് അവരുടെ പ്രമാണം അനുസരിച്ചുകൊണ്ട് യേശുവിന്റെ അവിടെ ഒന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ യേശു പഠിപ്പിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നവൻ ഏകരം നിവർത്തുന്നവനാണെന്ന് കണ്ടപ്പോൾ ഈ വിഷയത്തിൽ യേശു എന്ത് ചെയ്യും എന്ന് ഇവർ വിചാരിച്ചു ഇതിൽ പെട്ടത് തന്നെ. നമുക്കറിയാമല്ലോ, ചിലർ പറയും ഈ ഒരു കാര്യത്തിനും പെട്ടത് തന്നെ അല്ലേ, ഇവനെ ഇനിയിപ്പം തല ഉയർത്തുമെന്ന് വിചാരിക്കണ്ട, ഈ വിഷയത്തിൽ അവൻ തീർന്നു, ഇനി അവൻ തല ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല, അവൻ എല്ലാ വിധത്തിലും പരാജയമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധ്യത ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം രണ്ടു വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, യേശു പറയുക ന്യായപ്രമാണപ്രകാരം നിങ്ങൾ അവളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ മുമ്പായി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ പിന്നെ എന്ത് രക്ഷകനാണെന്ന് ചോദിക്കും. രണ്ട്, പ്രമാണം മാറട്ടെ, ഞാൻ അവളെ സ്വതന്ത്രയാക്കെന്ന് ചോദിച്ചാൽ അവരെന്ന് ചോദിക്കും, ഏത് പ്രമാണം അനുസരിച്ചാ നീ ഇവിടെ സ്വതന്ത്രയാക്കെന്ന് ചോദിക്കും. ഇതാണ് അവര് രണ്ടു നോക്കിയപ്പോൾ യേശുവിനെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ യേശു കുടുങ്ങും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടെ സ്ത്രീയെ കൊണ്ടുവന്നത്. ഈ സ്ത്രീയാണ് വാസ്തവത്തിൽ അവിടെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. വളരെ വിഷമതയോടെ നിൽക്കുക, വളരെ ഭാരത്തോടെ നിൽക്കുക, തലകുനിച്ചാരെയും നോക്കാൻ കഴിയാത്ത വിധത്തിൽ എന്താണ് സംഭവിക്കുന്നറിയാതെ അവിടെ ജീവിതത്തിൽ തലകുനിച്ച് നിൽക്കുന്ന, വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന, എല്ലാവരും തലനോർത്ത് നിൽക്കുമ്പോൾ രണ്ടുപേർ അവിടെ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന്, ശിക്ഷത വാരിക്കുന്ന യേശു നിലത്ത് തലകുനിച്ചിരിക്കുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. രണ്ട്, പാപഭാരമേറിയ മരണത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട, ന്യായപ്രമാണത്തെ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട, കല്ലെറിഞ്ഞ് കൊല്ലത്തക്കോണമുള്ള കുറ്റം ചെയ്തവൾ തലകുനിച്ച് അവൾ വേദനയോടെ തകർന്ന ഹൃദയത്തോടെ നിൽക്കുകയാണ്. രാത്രി നിങ്ങൾക്ക് ആ സന്ദർഭം ഒന്ന് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിവർന്ന് നിൽക്കുന്നവർ വിചാരിക്കും ബാക്കിയുള്ളവരെല്ലാം തലകുനിക്കണമെന്ന്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ തലകുനിക്കുന്നവരെ നിവർത്തുന്നവനും തല നിവർന്നു നിന്നവനെ തല താഴ്ത്തുന്നവനുമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇവിടെ അതാ സംഭവിച്ചത്. തല നിവർന്നു നിന്ന, വെല്ലുവിളിച്ചു നിന്ന, ഒരു ദയം കാണിക്കാതെ അവളെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോകേണ്ട കുറ്റങ്ങളൊന്നും അല്ല. അത് അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രമാണം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്, പോകാം. പക്ഷേ ന്യായപ്രമാണ യുഗം പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി രക്ഷയുടെ കൃപായുഗം വരുമ്പോൾ ഒരു വ്യക്തി പോലും കല്ലെറിയപ്പെട്ട് കൊല്ലുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടാകാൻ ദൈവം അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ന്യായപ്രമാണത്തിന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി
മോശയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ന്യായപ്രമാണത്തിന് അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളുടെയും അടിമത്തത്തിന്റെ കീഴിലായിരുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. അവൻ തല കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഇവിടെ ഇരിമ്യാവിന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, തന്നെ വിട്ടുപോകുന്നവരുടെ പേര് അവൻ എന്ത് ചെയ്യും? മണ്ണിൽ എഴുതി വെക്കുമെന്നാണ് പറയുന്നത്. വിണ്ണിൽ എഴുതി വെക്കുന്നതിന്റെ പേര് ജീവസത്തെ കാണും, മണ്ണിൽ എഴുതി വെക്കുന്നതിന്റെ പേര് ഇവിടെ കാണുന്ന പറയുക മണ്ണിൽ കാണും. വിട്ടുപോകുന്നവരുടെ പേരാണ് മണ്ണിൽ എഴുതി വെക്കുന്നതിന്റെ അർത്ഥം. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒടുക്കത്തെ നാളിലെ പുസ്തകങ്ങളെല്ലാം തുറക്കപ്പെടും. ഏത് പുസ്തകങ്ങളെ തുറക്കപ്പെടുന്ന അറിയാമോ? അന്ന് 3 പുസ്തകങ്ങളാണ് തുറക്കപ്പെടും. ഒടുക്കത്തെ നാളിൽ 3 പുസ്തകം തുറക്കപ്പെടും. 3 പുസ്തകങ്ങൾ തുറക്കപ്പെടും. ഒന്ന് ജീവന്റെ പുസ്തകം എന്ന പുസ്തകം തുറക്കപ്പെടും. അത് ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെയുള്ള മനുഷ്യവംശത്തിൽ നിത്യയോഗ്യതയായിട്ടുള്ള എല്ലാ പേരുകളാണ് അതിനകത്തുള്ളത്. അന്ന് തുറക്കപ്പെടുന്നതാണ്. 2-ാമത്തെ വരെയെല്ലാം ഉണ്ടോ? ഇന്ന് കാണുന്ന സിനിമയിലും ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം പുസ്തകം തുറക്കുന്ന, കാറ്റടിച്ച് പറക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2-ാമത്തെ വരെ ഒരു പുസ്തകവും തുറക്കപ്പെടത്തില്ല. അന്ന് ഒരു പുസ്തകം തുറക്കത്തില്ല. കർത്താവിൻ്റെ മഹത്വസിംഹാസനം മുമ്പാകെ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നേ ഇല്ല. പുസ്തകങ്ങൾ തുറക്കുന്നത് വെള്ളസിംഹാസനം മുമ്പാകെയാണ്. എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ നാളിലാണ് പുസ്തകങ്ങൾ തുറക്കുന്നത്. ഈ മഹത്വസിംഹാസനം മുമ്പാകെ കർത്താവ് ഇടത്തം വലത്തും ആൾക്കാരെ നിർത്തി അവിടെ നേരിട്ടുള്ള വിധി, അവിടെ പുസ്തകം തുറന്നല്ല വിധിക്കേണ്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് പലരും പഠിപ്പിക്കും പ്രസംഗിക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചാണ് പല ദൃശ്യവൽക്കരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേദന തോന്നിയിട്ടുണ്ട്. ഞാനിതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നും. കർത്താവെ, ഈ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ടുള്ളൊരു ദൃശ്യവൽക്കരണം നടത്താമല്ലോ എന്നുള്ള ആഗ്രഹം പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യവും ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ. പിന്നെ ഞാൻ സന്തോഷിക്കും, കാരണം അത്രയെങ്കിലും ചെയ്ത് ആൾക്കാരെ വിശ്വാസത്തെ കൊണ്ടുവന്ന നല്ല കാര്യം. ഇപ്പം മറ്റുള്ള ഫിലിം മിനിസ്ട്രി അങ്ങനെയുള്ള ചെയ്യുന്നിടത്ത് അത്രയെങ്കിലും ചെയ്ത് ഈ സിനിമയെങ്കിലും കാണിച്ച് അറിയാൻ വയ്യാത്ത ആൾക്കാർ യേശുവിനെ കാണിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലെ സത്യത്തിലേക്ക് പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടത് ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ 3 പുസ്തകങ്ങൾ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, മണ്ണിൽ എഴുതുന്നവൻ്റെ പേര് വിട്ടുപോകുന്നവൻ്റെ പേരാണ്. കാരണം ദൈവമായി ചേരാത്തവരെയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെയാണ് ദൈവം മണ്ണിൽ എഴുതി വെക്കുന്നത്. എന്നാൽ വിണ്ണിൽ രേഖപ്പെടുത്തുന്നത്, സ്വർഗത്തിൽ പേരെഴുതുന്നത് അവനോട് ചേരുവാനുള്ളവരെയാണ്. നമ്മുടെ പേര് മണ്ണിലല്ല എഴുതിയിരിക്കുന്നത്, വിണ്ണിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഈ വിണ്ണിൽ എഴുതിയിരിക്കുന്ന പുസ്തകം നിലനിൽക്കുന്നതാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുത്, അത് അവസാനം എഴുതിയിരിക്കുക. നമ്മളെ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ പദവിയുള്ളവരെ കേട്ടോ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന ആദിജാതന്മാർ സഭ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഉൾപ്പെടുന്നവരാണ്. 2 നഗരത്തോട് ബന്ധത്തിൽ രേഖപ്പെടുത്തിയവരുണ്ട്. പേരുകൾ എഴുതിയിരിക്കുന്ന നഗര മതിലുകളുണ്ട്, ഗോപുരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത് ജീവോത്സവത്തിൽ മാത്രമല്ല, ജീവോത്സവത്തിൽ നിന്ന് ശ്രേഷ്ഠമേറിയ മന്ദിരത്തിൽ നമ്മുടെ പേര് കൊത്തിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നമ്മുടെ പേർ കൊത്തിയിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠകരമാണ്. അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലാണെങ്കിൽ നഗരത്തിൽ നമ്മുടെ പേരുകൾ കുത്തപ്പെടും. ഇനി അതുമില്ലെങ്കിലേ നമ്മൾ ജീവത്തിൽ നമ്മുടെ പേര് കാണത്തുള്ളൂ. അവിടെ കുർബാന ഭൂമിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പഴയ വിശുദ്ധന്മാരെ കുറിച്ച് അവിടെ പേരുകൾ നഗരമതിലിനോട് ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗോപുരങ്ങളോട് ബന്ധത്തിൽ ഇസായന്റെ 144 ആദ്യ ഫലത്തെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു പോയത് ഈ യേശു എഴുതിയതിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. കർത്താവ് എഴുതിയത് വെറുതെ എഴുതിയത്. അവിടെ എഴുതിയപ്പോൾ യേശുവിനെ വിട്ടുപോകുന്നവരുടെ പേരൊക്കെയാണ് അവിടെ എഴുതി. എന്താണ് എഴുതിയെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് വിട്ടുകളയുന്നില്ല. ഇവർ യേശുവിനോട് വാദിച്ചുകൊണ്ടിരിക്കുക, ഒരു ചോദിച്ചുകൊണ്ടിരിക്കുക. നീ പറയാറില്ല ചോദിച്ചിരിക്കുമ്പോൾ അവൻ നിവർന്നു. ഇന്ന് രാത്രി ആരാ നിവർന്ന് അറിയാമോ? ആരാ നിവർന്ന? ആരാ? സർവശക്തനായിരിക്കുന്ന ദൈവം നിവർന്നെന്ന് ഇവർ ചോദിക്കുകയാണ്. അവൻ കുനിഞ്ഞിരിക്കുക, യേശു കുനിഞ്ഞിരിക്കുക. കാരണം ഇവളെ വിടുവിക്കാൻ അവനറിയാം. ഇവന്മാരുടെ മനസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി കർത്താവിനെ കുനിഞ്ഞിരിക്കുക. ഇവർ വിചാരിച്ചത് യേശുവിനെ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ കുനിഞ്ഞിരിക്കാനാണ് വിചാരിച്ചത്. അവനൊന്ന് മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം
നേരെയായി. നമ്മൾ ജയിച്ചു എന്ന. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവ് നാം കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മളോട് കൂടെ കുനിഞ്ഞിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ അവനെ നിവരേണ്ട സമയത്ത് നാം നിവരും. യേശു നിവർന്നു. എന്നിട്ട് നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഒറ്റ വാക്കങ്ങ് പറഞ്ഞു. യേശു നിവർന്നിട്ടൊരു വചനം അങ്ങ് അയച്ചു. ആ വചനം അവിടെ നിവർന്ന് നിന്നവരെല്ലാവരും സ്തംഭിച്ചു പോകത്തക്കവണ്ണമുള്ളതായിരുന്നു. കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് അത് ഇന്ന് രാത്രി തലതാഴ്ത്തി നിൽക്കുന്നവന്റെ ജീവിതത്തിൽ ആശ്വാസവും വിടുതലുമാകുമ്പോൾ അവളെ കൊല്ലണം അല്ലെങ്കിൽ നശിപ്പിക്കണമെന്ന് പറയുന്ന ശക്തികൾ അതിനെ തല താഴ്ത്തുവാൻ ഇടയായിത്തരും. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ നിവർന്നു നിന്നവന്റെ എല്ലാം തലതാണ്. ഒരൊറ്റ ചോദ്യം, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഇതാണ് ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു തലയുയർത്തി നിവർന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. ഭയങ്കര ആരവത്തോടെ വന്നതല്ലേ, ജയത്തോടെ വന്നതല്ലേ, കല്ലുകളുമായി വന്നതല്ലേ. ഈ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ അവളെ എല്ലാവരോട് കൂടി ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുവന്ന് യേശുവിന് മുമ്പിൽ നിർത്തിയത്. അങ്ങനെ ഒരു സംഭവം ഇവർ യേശുവിനെ പിടിക്കാൻ വേണ്ടി, യേശുവിനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാ. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം കേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ ദൂതറിയിക്കുക, കർത്താവ് നമ്മോട് കൂടെ കുഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പാപത്തിന് വേണ്ടി, ഭാരത്തിന് വേണ്ടി, അകത്യത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടിയാ യേശു കുനിഞ്ഞത്. അവൻ നിവർന്നു നിൽക്കുന്നവനാ. അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ മനുഷ്യനെ വിടിവിക്കാൻ വേണ്ടി വന്നപ്പോൾ യേശു നമുക്ക് വേണ്ടി തലകുനിക്കുവാൻ ഇടയാറ്റും. നമ്മെ വിടിവിക്കുവാൻ, നമ്മുടെ പാവം ചുമന്നൊഴിക്കുവാൻ വേണ്ടി. അതിന് ഉദാഹരണമായിട്ടാ യേശു ആ സ്ത്രീയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തലകുനിച്ച് നിൽക്കുവാൻ ഇടയാറ്റുന്നത്. വളരെ വേദനയോടുകൂടി പ്രാണഭയത്തിലായിരിക്കുന്ന അവൾ തല കുനിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ വചനം അയച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ വിടുതൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ മനസ്സാക്ഷിയുടെ കുത്തുമുഖാന്തരമായി ഞാൻ വിചാരിക്കുന്നത് യേശു എഴുതിയത് ഓരോരുത്തരുടെയും പേരും അവർ ചെയ്തിരിക്കുന്ന പാപവും എഴുതി കഴിഞ്ഞപ്പോൾ നിൽക്കുവാൻ അവിടെ കഴിഞ്ഞില്ല. അത് ആണ് ഓരോരുത്തരോരുത്തരും സ്ഥലം വിട്ടത്. പിന്നെ മനസ്സിലായി, നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരും അതിൻ്റെ കുറവുകൾ എഴുതി വെക്കുമെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ അടുത്ത് വന്ന അവര് ചോദ്യം ചോദിക്കുന്നത്, എല്ലാവരും വിട്ടുപോയെന്ന്. നിവർന്നു നിന്നവരെല്ലാവരും വിട്ടുപോയി. ഇന്ന് രാത്രിയിൽ 2025 ദൈവാത്മാവ് ദൂത് പറയുക, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ പോകുക. നിരവധി വിഷയങ്ങളുമായി, ഭാരങ്ങളുമായി, വേദനയോടെ, ദുഃഖത്തോടെ, വല്ലാതെ കുനിഞ്ഞിരിക്കുന്ന, ആശ്രയം എവിടെ നിന്നുള്ള ചിന്തയോട് കൂടി കുനിഞ്ഞിരിക്കുന്ന നീ ദൈവസന്നിധിയിലാ കുനിഞ്ഞിരിക്കുന്നെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഇവളെ ഭാഗ്യവശാൽ കൊണ്ടുവന്നത് ക്രിസ്തുവിന്റെ മുമ്പിലാ കൊണ്ടുവന്നത്. മഹാബലിയുടെ മുമ്പിലാ കൊണ്ടുപോയെങ്കിൽ ഇവിടെ തല പോലും കാണാതെ എറിഞ്ഞു കളയുമായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇവളെ കൊണ്ടുവന്നത് രക്ഷകനായിരിക്കുന്ന നസ്രയന്റെ മുമ്പിലായതുകൊണ്ട് അവർക്ക് ഒരു ദോഷവും പറ്റുവാൻ സമ്മതിച്ചില്ല. ദൈവസന്നിധിയില നാം തലകുനിക്കുന്നെങ്കിൽ നിന്റെ വിഷയത്തെ കണ്ടുകൊണ്ട് അവനും നമ്മോട് കൂടെ തലകുനിക്കും. അതുകൊണ്ടാണ് യോസഫ് ജയിലിൽ കിടന്നപ്പോൾ ദൈവം
അവനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനോട് കൂടെ ഇരുന്നു. യോസഫ് കുണ്ടറയിൽ കിടന്നപ്പോൾ അവനോട് കൂടെ ആരിരുന്നു? ദൈവം ഇരുന്നു. ദൈവം ഇരുന്നു. ഏത് നമ്മുടെ ഒറ്റയ്ക്കല്ല ദൈവം വിടുന്നത്. ഇവിടെയും ഇവളെ രക്ഷിക്കുന്നതിന് മുമ്പായി ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നത്. ദൈവം കുനിഞ്ഞ നിലത്ത് എഴുതിയപ്പോൾ മനസ്സാക്ഷി ആശങ്കതുവായി എല്ലാവരും വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശിക്ഷിച്ചു. നിവർന്നു നിന്നവരെല്ലാം ഓടിപ്പോയി, വിട്ടോടിപ്പോയി. വന്ന വഴി ശാസ്ത്രിമാരും പരീശന്മാരും മൂത്തവനും അനിയനും ചേട്ടനും അങ്ങനെ ബന്ധുവും എല്ലാവരും ഓരോരുത്തരായി പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവിന്റെ മുമ്പിൽ ഒരുവൾ മാത്രം നിൽക്കുകയാണ്. തലകുനിഞ്ഞ അവസ്ഥയിൽ അവൾ നിൽക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് അവിടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ട്. യേശുവിന്റെ മുമ്പിൽ അവൾ നിൽക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ കുറ്റം വിധിക്കുന്ന അനേകർ കാണും. എന്നാൽ നീ ക്രിസ്തുവിന്റെ അടുക്കലാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ അവൻ നിന്നെ കുറ്റം വിധിക്കുകയില്ല, അവൻ നമ്മെ ശിക്ഷിക്കുകയില്ല. അവൻ വിടിവിച്ചയക്കുന്ന ദൈവമാ. യേശു അവളോട് പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞെന്നറിയാമോ? യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിവർന്ന് നിൽക്കുന്നവരൊക്കെ എവിടെയാ? നീ പേടിച്ചല്ലേ നിന്നത്? അല്ലേ? പേടിച്ചല്ലേ നിന്നത്? എല്ലാവരും നിവർന്ന് നിൽക്കുക, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുക. നിന്റെ അവസ്ഥ പലപ്പോഴും പലരും നമ്മൾ വിചാരിക്കും, എനിക്ക് മാത്രം എന്താ എത്ര കഷ്ടത ദൈവമേ, എന്താ എത്ര കഷ്ടത. മറ്റാർക്കും ഒരു കുഴപ്പമില്ല. നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. നമ്മൾ സ്ഥിരമായി ബാധിക്കപ്പെടുന്നു, വല്ലാതെ ബാധിക്കപ്പെടുന്നു. അവരെവിടെ ചോദിച്ചു. നിന്നെ കുറ്റം വിധിച്ച് വന്നവരെല്ലാം എവിടെയാ? നിവർന്നു നിന്നവരല്ലേ, നീ മാത്രമേ തല കുഴിച്ചു നിന്നത്. അവരെവിടെയാ എന്ന് ചോദിച്ചു. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? അതെ ചോദ്യമാ. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ? നീ വിചാരിച്ചത് ശിക്ഷ വിധിക്കുമെന്നല്ലേ? രാത്രിയിൽ ചില മോചിപ്പിക്കാൻ പോകുക, ചില വിടുവിക്കാൻ പോകുക, ചില സംഭവങ്ങൾ നടന്നതിനെ ദൈവാത്മാവ് വിവരിക്കാൻ പോകുക. നാം തെറ്റ് ചെയ്തവരാ, ശിക്ഷിക്കപ്പെടേണ്ടതാ. പക്ഷേ നമിച്ചത് ക്രിസ്തുവിന്റെ മുമ്പിലായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ വെളി വരത്തില്ല. തലകുനിച്ചത് ദൈവത്തിന് മുമ്പിലായതുകൊണ്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്, വിടുവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? അവരെവിടെ? വലിയ സന്നാഹമായിട്ട് വന്നവരൊക്കെ എവിടെയാ? പാരമ്പര്യത്തിന്റെ പോരുകളോടും പടയൊരുക്കങ്ങളോടും അത് വെല്ലുവിളികളോടും രോഗങ്ങളോടും രാത്രി ദൈവാത്മാവ് ചോദിക്കുക, ഞാനും നിങ്ങളും വേദനപ്പെട്ട് ഭാരപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളോട് ചോദിക്കുക, അവരെവിടെയാ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? നിന്നെ ആരും കൊന്നുകളഞ്ഞില്ലേ? ഈ രോഗം പിടിച്ചിട്ടും നിന്നെ കൊന്നുകളഞ്ഞില്ലേ? രാത്രി ചിലരോട് ചോദിക്കുക. ഇത് പിടിച്ചാൽ മരിക്കേണ്ടതാ, തീർന്നു പോകേണ്ടതാ. പക്ഷേ നിന്നെ കൊന്നുകളയാൻ കഴിഞ്ഞില്ല ആ രോഗത്തിന്. കാരണം നീ എൻ്റെ അടുക്കലാ തലകുനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ തലകുനിച്ച ഒരുത്തനെയും രോഗത്തിന് വേഗത്തിൽ കൊന്നുകളയാൻ കഴിയത്തില്ല, ഭാരങ്ങൾക്ക് ഇല്ലാതാക്കി കളയാൻ കഴിയത്തില്ല. നിന്നെ തലകുനിച്ച് നിർത്തുവാൻ ഇടയാക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. അത് കടഭാരത്താൽ തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. സാമ്പത്തിക ഭാരത്താൽ തലമുറകളുടെ ബന്ധത്തിൽ തലകുനിച്ച് നേരെ നിൽക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ചുരുക്കം ചില നിമിഷങ്ങൾ കൊണ്ട് അവിടെ തലകളെ ദൈവം ഉയർത്തുവാനിടയാത്തുന്നു. രാത്രിയിൽ എത്ര സന്തോഷകരമായ ഒരവസ്ഥ അവിടെ നിന്ന് അറിയാമോ? 2 ചോദ്യങ്ങൾ അവളോട് ചോദിച്ചത്. അവരെവിടെ? രാത്രി ദൈവം ചോദിക്കുക, നീ തലകുനിച്ച് നിൽക്കുന്ന വിഷയങ്ങളൊക്കെ എവിടെയാ? അല്ലെ, നമ്മൾ സ്വപ്നം കണ്ടവരെ പോലെയാകും, നിന്നെ വിട്ടുപോകും. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വചനം അയച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി
തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി വാതുകെട്ടി നിൽക്കുന്ന പ്രമാണങ്ങൾ അതിനെ ഇല്ലാതാക്കി മാറ്റിക്കളയുവാൻ ദൈവപുത്രന്റെ ഒരു വാക്ക് മതി. രാത്രിയിൽ ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ആ നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന്, ഞാൻ വിചാരിക്കുന്നത് ന്യായപ്രമാണ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ കയ്യിൽ പുസ്തകങ്ങളുമായിട്ടൊക്കെ ആയിരിക്കും വന്നത് വാദിക്കാൻ വേണ്ടി വാദപ്രതിവാദം നടത്താൻ വേണ്ടി അവർ വേണമെങ്കിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. വാദിച്ച് ഇവിടെ കൊല്ലണം, അല്ലെങ്കിൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ എന്താ നടക്കുന്ന അറിയാൻ വേണ്ടി വന്നതാ. പക്ഷേ യേശുവിന്റെ മുമ്പിൽ ആർക്കും വാദിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയാം, എന്റെ കർത്താവ് എന്റെ വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിവർന്നു നിൽപ്പാൻ കഴിയത്തില്ല. ഒരു ന്യായപ്രമാണത്തിന്റെ ശക്തിക്കോ ഒരു ലോകത്തിന്റെ ശക്തിക്കോ ഒരു ശക്തികൾക്കും ക്രിസ്തുവിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. എന്നാൽ നാം അവന്റെ മുമ്പിൽ നിവർന്നു നിൽക്കും. ബലഹീനരായിരിക്കുന്ന, അശക്തരായിരിക്കുന്ന, തകർന്നു കിടക്കുന്ന അല്ലേ ആ സമൂഹത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ആ പാവനിയായ വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീ, അവൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ യേശു 2 ചോദ്യങ്ങൾ ചോദിച്ചു. അവരെവിടെ? രാത്രി ദൈവാത്മാവ് ചോദ്യം ചോദിക്കുക, അവരെവിടെയാ? നിന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? തലമുറ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? വിധിക്കാൻ വേണ്ടി പലപ്പോഴും പറഞ്ഞതല്ലേ? ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചതല്ലേ? എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമത്തിൽ ദൈവാത്മാവിൽ ദൂത് പറയുക, അവൻ നമ്മളോട് സമീപസ്ഥനായതുകൊണ്ട്, അവൻ നമ്മളോട് കൂടെ നിന്നതുകൊണ്ട് ദൈവം ചോദിക്കുക, നിന്നെ വിധിപ്പാൻ വന്നവരൊക്കെ എവിടെയാ? അവരൊക്കെയും യേശുവിന്റെ ഒരു വാക്കിന് മുമ്പിൽ ചെതറി ഓടിപ്പോയെങ്കിൽ ഇന്ന് രാത്രിയിൽ തമ്പുരാന്റെ ഒരൊറ്റ വാക്ക് മതിൽ, അതെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിടിവിക്കാൻ പോകുക, സ്വതന്ത്രമാക്കുവാൻ പോകുക, തല നിവർത്തി നിർത്താൻ ദൈവം ആഗ്രഹിക്കുക. അതെ, അവിടെ ആ സ്ത്രീ പാപമുഖാന്തരമായി അവിടെ തല താഴ്ത്തിയാ നിൽക്കുന്നെങ്കിൽ, അതെ, വിവിധ വിഷയങ്ങളാൽ തലകൾ താഴ്ത്തി നിൽക്കുന്ന ജീവിതമേ, ദൈവം നമുക്ക് വേണ്ടി അവൻ നമ്മുടെ തലകളെ ഉയർത്തുന്നവനാ. അവൻ ചിലത് എഴുതി വെക്കും, ഭൂമിയിൽ ചിലത് എഴുതി വെക്കും. ചിലത് എഴുതി വെക്കുന്നത് ഭൂമിയിലെ നിന്റെ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാ. രാത്രി ദൈവം നമുക്ക് വേണ്ടി ചിലത് ഭൂമിയിൽ എഴുതുന്നത് ഭൂമിയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാ. സ്വർഗത്തിൽ എഴുതുന്നത് സ്വർഗീയ നിത്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ഭൂമിയിൽ ചിലത് ദൈവം എഴുതി വെക്കുന്നത് വിട്ടുമാറിപ്പോകേണ്ടത് വിട്ടുമാറിപ്പോകുവാൻ വേണ്ടിയാ. കർത്താവിന് ഇവിടെയും എഴുതാം അവിടെയും എഴുതാൻ സാധിക്കും. മറ്റുള്ളവൻ്റെ ഒക്കെ പേര് ഇവിടെ മാത്രം എഴുതാനുള്ളെങ്കിൽ ദൈവത്തിന് നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി ഇവിടെയും അവൻ എഴുതുന്നവനാ. അവൻ ആ മണ്ണിൽ എഴുതിയപ്പോൾ ഇവർക്ക് രക്ഷ വരുവാനിടയാക്കുന്നത് പോലെ ദൈവം ചില കാര്യങ്ങളിൽ മേൽ ചില വിധി എഴുതാൻ പോകുക. ചില കാര്യങ്ങളെ ദൈവാത്മാവ് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി വിധി എഴുതി അത് അവന്റെ പ്രഖ്യാപനം വരുത്താൻ പോകുമ്പോൾ അത് വിടുതലാത്തീരുമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം യേശു ചോദിച്ചു, വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. അതുവരെയും സംസാരിക്കാതിരുന്നത്, മൗനമായിട്ടിരുന്ന, മിണ്ടാതിരുന്ന, ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ കഴിയാതിരുന്ന, ഇനി ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച, നാവറങ്ങിപ്പോയ ആ പാപം പിടിച്ച സ്ത്രീ, അവൾ ദേശത്തിൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായിരുന്നു. പക്ഷെ എന്നാൽ യേശുവിന്റെ ചോദ്യത്തിൽ അവൾ ഒരു ഉത്തരം പറഞ്ഞു, ഇല്ല കർത്താവേ. രാത്രിയിൽ അതേ ഉത്തരം നമ്മളും പറയണം. നമ്മളും പാപികളായിരുന്നു, ദോഷികളായിരുന്നു, കൈയെഴുത്തുകളാലുള്ള വിവിധ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി തലയൊരുവൻ കുനിച്ചതുകൊണ്ട്, കാൽവരിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു തല കുനിച്ചതുകൊണ്ട് രാത്രി നമുക്കും പറയാം, ഇല്ല കർത്താവേ, ഞങ്ങളെ ശിക്ഷിച്ചിട്ടില്ല, ഞാൻ വിടുതൽ പ്രാപിപ്പാനിടയായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല കർത്താവേ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ? നോട്ട് ചെയ്തിട്ടോ, വരച്ചിട്ടോ.
രാത്രി ദൈവാത്മച്ചനോട് ചോദിക്കുക, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ശിക്ഷ വിധിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല, രക്ഷ വിധിക്കാൻ ദൈവം അനുവദിക്കും. കേട്ടോ, ശിക്ഷ വിധിക്കാൻ ദൈവം അനുവദിക്കാതെ ഓടിച്ചു കളഞ്ഞെങ്കിൽ രക്ഷ വിധിക്കാൻ വേണ്ടി ദൈവം കൽപ്പിക്കും. ദൈവനോട് ചോദിക്കും, ഇന്ന് രാത്രി ചോദിക്കും, നീ രക്ഷപ്പെട്ടല്ലേ എന്ന് ചോദിക്കും. നീ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ടതായിരുന്നു, പക്ഷേ അവിടുന്ന് നീ പ്രതിയായിരുന്നു, ഞാൻ റിലീസ് ചെയ്തു. ചില വിഷയങ്ങൾ വാദിയായിട്ട് നിൽക്കുന്ന വിഷയങ്ങളുണ്ട്. വാദിയായിട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ദൈവാത്മാവ് ചോദിക്കുന്നത് അത് നിനക്ക് അനുകൂലമായി തീർന്നുവെന്നല്ലേ എന്നാ ചോദിക്കുകയുള്ളൂ. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ആ വചനത്തിനകത്തെ ഗാംഭീര്യം, ആ ശക്തി എത്രമാത്രം എന്നറിയാമോ? ഇങ്ങോട്ടെങ്ങനെയാ വന്നത്? എല്ലാവരും പിടിച്ച് ഇപ്പൊ തിന്നുകളയെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ തല ഉനിക്കപ്പെട്ടവളായി ഒരു വാക്ക് പോലും പറയാതെ നാവറങ്ങിപ്പോയവളായിരുന്നു ഈ സ്ത്രീ. എന്നാൽ യേശു അവൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ, തല ഉയർത്തിയപ്പോൾ, അവൾക്ക് 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പറയും. എന്താ 27-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ വിടുവിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ സ്ഥിരമായി സങ്കീർത്തനം വായിക്കുന്നതുകൊണ്ട് അറിയാം. 27-ാം സങ്കീർത്തനം നമുക്കറിയാം. കർത്താവ് നമ്മുടെ തല ഉയർത്തുന്നവനാണ്. ഇവിടെ അതിൻ്റെ 6-ാം വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഈ ചുറ്റുമുണ്ടായിരുന്ന ശത്രുക്കളെല്ലാം ഓടിപ്പോയി. നീ ഇവിടെ കണ്ടാൽ പോലും ഒറ്റയെണ്ണം തല നൂർത്ത് നോക്കത്തില്ല. എല്ലാറ്റിനും ഓടിച്ചു. എൻ്റെ തല ഉയരും, നമ്മുടെ തലകളെ ഉയർത്തും. നീ വാദിയാകട്ടെ, പ്രതിയാകട്ടെ, ആരുമാകട്ടെ, യേശുവിൻ്റെ മുമ്പിലാ തല കുനിച്ചിരിക്കുന്നെങ്കിൽ ദൈവം പറയുന്നു, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. വിടുതൽ പ്രാപിച്ച ജീവിതങ്ങൾ സ്വത്വം പറയാൻ മറന്നു പോകരുത്, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാൻ മറന്നു പോകരുത്. അതെ, വലിയ ആരാധനയുടെ വിശുദ്ധീകരണത്തിന്റെ വിടുതൽ ദൈവാത്മാവ് ചെയ്തെടുക്കുകയാ. അപ്പോൾ പറഞ്ഞു, പോകാം, നീ പാപം ചെയ്തതിന്റെ പാപം ഞാൻ ക്ഷമിച്ചു, പാപം ചെയ്യരുത്, ഇനി നിനക്ക് ആരാധിക്കുവാൻ സാധിക്കും. ഇതുവരെയും നിനക്ക് വാസ്തവത്തെ ആരാധിക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു, പോകാം, ഇനി പാപം ചെയ്യരുത്. എൻ്റെ അർത്ഥം, ഞാൻ വിശ്വസിക്കുന്നത് തല ഉയർത്തി സന്തോഷത്തോടെ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് വന്നത് നിരാശയുടെയും വേദനയുടെയും പ്രാണഭീതിയുടെയും ഭയത്തിലായിരുന്നെങ്കിൽ, തല താഴ്ത്തിയാവന്നെങ്കിൽ, യേശുവിന്റെ മുമ്പിൽ തല താഴ്ത്തി നിന്നപ്പോൾ, ക്രിസ്തു അവൾക്ക് വേണ്ടി വാദിച്ചപ്പോൾ, യേശു അഭിഷേകം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ, തല കുനിഞ്ഞിരുന്ന യേശു അഭിഷേകം മുഴുവൻ ഏറ്റെടുത്തു. അഭിഷേകം മുഴുവൻ ഏറ്റെടുത്ത് കർത്താവിന് അറിയാമായിരുന്നു, ഇത് മറ്റാർക്കും പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. അഭിഷേകം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും സ്ഥലം വിട്ടു പോയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ശക്തിയാൽ നാം തലകുനിഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങളുമേൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി ശബ്ദിച്ചു കഴിയുമ്പോൾ നമ്മളെ വിട്ടു മാറിപ്പോകേണ്ടതെല്ലാം മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടാരത്തിൽ ഞാൻ ജയഘോഷ യാഗങ്ങളെ, ജയത്തിൻ്റെയും ഘോഷത്തിൻ്റെ യാഗം അർപ്പിക്കാൻ തക്കവണ്ണം കൂടാരത്തിലേക്ക് അവൾ മടങ്ങിപ്പോകുന്നു. അന്ന് വരെയും അങ്ങനെ ഒരു സാഹചര്യം ജീവിതം ഉണ്ടായിരുന്നില്ല. ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആ ക്രിസ്തുവിന് അടുക്കൽ വരുന്നവർ പോകുന്നത്. വിടുതൽ പ്രാപിച്ച ദൈവജനം ഒന്നിച്ച് ഇന്ന് രാത്രിയിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കണം.
ദൈവത്തെ മഹത്വപ്പെടുന്നവരായിരിക്കണം. ക്രിസ്തുവിന്റെ മുൻ സന്നിധിയിൽ തലകുനിച്ചെങ്കിൽ, ഏത് വിഷയമായിട്ടാണ് തലകുനിച്ചതെങ്കിൽ അവൻ നമ്മുടെ തലകളെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നമ്മുടെ തലകളെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നുവരെയും ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിവിധ വിഷയങ്ങളാൽ തല താഴ്ത്തി നിന്ന എന്നെയും നിങ്ങളെയും കർത്താവ് തല ഉയർത്തുവാൻ, അതെ, ജയഘോഷയാഗങ്ങൾ അർപ്പിക്കാൻ തക്കവണ്ണം, സ്തോത്രമർപ്പിക്കാൻ തക്കവണ്ണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തക്കവണ്ണം ദൈവം ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ അന്നുവരെയും ആരാധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു അവളുടേതായ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ക്രിസ്തു മുഖാന്തരം തല ഉയർത്തപ്പെട്ടപ്പോൾ അവൾ തല ഉയർത്തി ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചാ പോയെങ്കിൽ തല നിവർന്നു നിൽക്കുന്ന അനേകരെ ചെതറി ഓടിപ്പോകുമ്പോൾ ദൈവം ചിലരെ ദിവസങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി ജയഘോഷയാഗങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ഭാഗം കൂടി ഞാൻ വേഗത്തിൽ വായിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ തലകളെ ഉയർത്തുന്ന കർത്താവാണ്. നമ്മുടെ തലകളെ ഉയർത്തിയാൽ ആ ആത്മീയ മേഖലകളിലേക്ക് നാം തല ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും തല താഴ്ത്തുവാൻ കഴിയത്തില്ല. ക്രിസ്തു മുഖാന്തരം നമ്മുടെ ഭാവഭാരങ്ങളെ മാറ്റി നമ്മുടെ മരണത്തെ വിടിവിച്ച ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ജനതയെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവര് 10-ാം വാക്യം, അവർ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 4 പുരുഷന്മാർ അവിടെ അടുക്കൽ, ഗലീല പുരുഷന്മാർ. ഇവര് സാധാരണക്കാരായ ഒന്നുമില്ലാത്തവരായിരുന്നു. എന്നാൽ യേശുവോട് കൂടെ നടന്ന 3.5 വർഷം അവരുടെ ജീവിതത്തിൽ സമ്മിശ്രമായിരിക്കുന്ന സ്ഥാനങ്ങളും ബഹുമാനങ്ങളും, അതേ, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു. ശുശ്രൂഷയുടെ വേളകളിൽ നമുക്കറിയാം, ചിലയിടത്ത് ബഹുമാനിക്കപ്പെട്ടു, ചിലയിടത്ത് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നടന്ന ക്രിസ്തുവിനോട് അഭ്യസിച്ചവരായിരുന്നു. അവസാനമായി കരഞ്ഞു തകർന്ന് യേശുവിൽ നിന്ന് എല്ലാവരും അകന്നുപോയി. അങ്ങനെ വിട്ടുപോയവരെ യേശു പുനരുത്ഥാനം ചെയ്ത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ശേഷമായി 40 ദിവസം കഴിഞ്ഞപ്പോൾ തല ഉയർത്തിയവൻ, തല ചായ്ച്ചവൻ, നമുക്കറിയാം, തല കുനിയിച്ചവൻ തല ചായ്ച്ചു. ക്രൂശിന്മേൽ സ്വന്തം തോളിലേക്ക് തല ചായ്ച്ച് പ്രാണനെ വിട്ട യേശു, അവൻ മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ തല ചായ്ച്ചത്. നമ്മുടെ തലയെ ഉയർത്താൻ വേണ്ടിയാ യേശു തലയെ ചായ്ച്ചത്. അവൻ തല ചായ്ച്ചു, അവൻ തല കുനിച്ചു എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് വേണ്ടി തല കുനിച്ചു. ഇതിനു വേണ്ടിയാ ആ സ്ത്രീയുടെ വിടിവിക്കാൻ വേണ്ടി അവൻ അവിടെ തല കുനിച്ചെങ്കിൽ കാൽവറിയിൽ നമുക്ക് വേണ്ടി തല ചായ്ച്ച് സ്വന്തം പ്രാണനെ പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു ഇവിടെ ജയാളിയായി അവൻ മരണത്തെ ജയിച്ചു എന്നിട്ട് 3-ാം ദിവസം ഉയർത്തിയത്. അതിനുശേഷമായി 40-ാമത്തെ ദിവസം ജയാളിയായി തല ഉയർത്തപ്പെട്ടവനായി അവൻ കരങ്ങൾ ഉയർത്തി ഇവരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതുവരെയും പലവിധമായ ഭാരങ്ങളാൽ, വേദനകളാൽ തലകൾ താഴ്ത്തി വിഷമിച്ചെന്നായ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചതായ ഈ ദൈവത്തിന്റെ ശിക്ഷഗണങ്ങൾ അവര് അവിടെ പോയി അവർ തലകളെ ഉയർത്തുവാനിടയായിരുന്നു. ആ ഒലിവ് മലയിൽ നിന്ന് അന്ന് ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കി ചുരുക്കം ചില ആൾക്കാർ, അതെ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവൻ സ്വർഗാരോപണം ചെയ്യുന്നത് അപ്പോസ്തലന്മാർ കാണുവാനിടയായിരുന്നു. ഒരുമിച്ച് നിന്നതാ. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചില്ല. എന്നാൽ ഇന്ന് ഈ രാത്രി അത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല യേശു ഇങ്ങനെ അവിടെ മുമ്പിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാരോഹണം ചെയ്തു പോകുമെന്ന് അവർ വിചാരിച്ചതല്ല. ഒലിവ് മലയിൽ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ, അഥവാ അവന്റെ കാലുകൾ ഉയരത്തിലേക്ക് പൊങ്ങുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ഒലിവ് മലയുടെ മുകളിലേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ 2000 വർഷം മുമ്പ് മനുഷ്യരായിരിക്കുന്ന ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് തേജസ് പ്രാപിച്ച ക്രിസ്തു
അവൻ തേജസ്സിൽ അവൻ എടുക്കപ്പെടുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ചവരാ. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ ഉയരത്തിലേക്ക് കരേറി പോകുന്നത് കണ്ടപ്പോൾ അവർ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാ. ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാ. അതുവരെയും തല താഴ്ത്തി കരഞ്ഞവരായിരുന്നു, അലമുറയിട്ട് കരഞ്ഞവരായിരുന്നു, ഭാരപ്പെട്ടുകൊണ്ട് നടന്നവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ ദർശനം അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമുള്ളവരായി തീരുവാനിടയായിരുന്നു. ആ ഒലിവുമലയിൽ നിന്ന് ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ തലകൾ ഉയർത്തപ്പെട്ടു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ തല താഴ്ത്തപ്പെട്ടവരല്ല. അതെ, ദൈവസഭയുടെ പിതാക്കന്മാർ, അതിന് അടിസ്ഥാനമിട്ടവർ യേശുവിനെ നോക്കി തല ഉയർത്തിയവരാ. ഇന്ന് രാത്രിയിൽ ദൈവസഭയിൽ ഓരോ ദൈവമക്കളും തല താഴ്ത്തിയിരിക്കാനുള്ളവരല്ല, തല ഉയർത്താനുള്ളവരാ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ തലകളെ ഉയർത്തി നോക്കിയപ്പോൾ യേശു അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നത് അവർ കണ്ടു. എന്നിട്ട് അവർ പറയാ, വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? 2 പേര് ചോദിക്കുക, നിങ്ങളെന്താ ആകാശത്തിൽ നോക്കി നിൽക്കുന്നത്? അങ്ങനെ ആ ദൂതന്മാർ അവരോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇവരവിടെ നോക്കി നിന്നേനെ. കാരണം അതുവരെ കാണാത്തൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുക. അവർ ഉയരത്തിലേക്ക് മാത്രം നോക്കി. ദൈവസഭയുടെ പിതാക്കന്മാർ, അടിസ്ഥാനമിട്ടവർ, അവർ തല താഴ്ത്തിയ ഒരു അനുഭവത്തിലല്ല ദൈവസഭയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെയാണ് രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ, ഈ കർത്താവിന്റെ വരവ് സമാഗതമാകുമ്പോൾ തല താഴ്ത്തിയിരിക്കുന്ന ഒരു കൂട്ടത്തിനടുത്തേക്കല്ല കർത്താവ് വരാൻ പോകുന്നത്. ദൈവസഭയുടെ ആരംഭം വിടുന്നതിന് മുമ്പ് തല ഉയർത്തി യേശുവിന്റെ സ്വർഗാരോഹണം കണ്ട ആ ശിഷ്യന്മാരാണ് കാത്തിരുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ കാരണമായിട്ടിരുന്നെങ്കിൽ, അവർ മുഖാന്തരമായിട്ടാ തുടങ്ങിയെങ്കിൽ, ഒരു കൂട്ടം ജനം ഈ ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അതേ, ഭാരങ്ങളെല്ലാം വെടിഞ്ഞ് എന്റെ കർത്താവ് എന്ന് വരുമെന്ന് പ്രതീക്ഷയോടെ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ചിലരെ ചേർക്കുവാൻ വേണ്ടി യേശു വേഗത്തിൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. അന്നവർ നോക്കി നിന്ന് അവരെ ദൂതന്മാർ അവരെ പറഞ്ഞയച്ച് സന്തോഷത്തോടെ കടന്നുപോയി ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ടെങ്കിൽ, ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന പിതാക്കന്മാരെ പോലുള്ള വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ തലകൾ ഉയർത്തി നോക്കി നിൽക്കുകയാ. യേശു എന്ന് വന്ന് എന്നെ അവനോട് കൂടെ ചേർക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിലെ ഭാവങ്ങളെ മാറ്റി, നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ മാറ്റി, വിഷമതകളെ മാറ്റി, നമ്മുടെ തലകളെ ഉയർത്തി. ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതെ, ആ സ്ത്രീയെ അവളെ വിടിവിച്ച് അവളുടെ തല ഉയർത്തി അവള് നിവർന്ന് അവൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ പോയെങ്കിൽ, ഈ ദിവസങ്ങളിൽ കുനിഞ്ഞിരുന്ന പാപത്തിന്റെ വിഷയങ്ങൾ മുഖാന്തരമായി ഭാവഭാരമേന്തി ദുഃഖിച്ചും വിലപിച്ചും നടന്നതായ, അല്ലെങ്കിൽ വലിയ ബന്ധങ്ങളായിരുന്ന നമ്മളെ പാപങ്ങളെ മാറ്റി കർത്താവ് നമ്മുടെ തലകളെ ഉയർത്തി ദിവസങ്ങളിൽ, അതെ, അന്ന് അവർ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നോക്കിയ നിന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഒരു കൂട്ടം ജനം യേശുവിന്റെ വരവിന് വേണ്ടി ഉയരത്തിലേക്ക് നോക്കി നിൽക്കുകയാ. നമ്മുടെ ലക്ഷ്യം ഉയരത്തിലേക്കാണ്. ഒരുപക്ഷെ നമ്മുടെ തലകൾ നിവർന്ന നേരെയായിരിക്കുന്നെങ്കിലും നമ്മുടെ മനസ്സെപ്പോഴും ഉയരത്തിലേക്ക് നോക്കിയായിരിക്കുന്നത്. എത്ര പേർക്ക് എന്നോട് കൂടെ ചേർന്ന് പറയാൻ കഴിയും, എൻ്റെ കർത്താവെ, അങ്ങ് വരുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക, എൻ്റെ മനസ്സുയർത്തി കാത്തിരിക്കുക, എൻ്റെ തല ഉയർത്തി കാത്തിരിക്കുക. 2000 വർഷം മുമ്പ് ഒരു മലയിന്ന് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും ഒലിമലയിലേക്ക് വരും. എന്നാൽ അതിന് മുമ്പായി അവനോട് ചേരുവാൻ വേണ്ടി കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ അവനോട് ചേരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനം ഒരുമിച്ച് തല ഉയർത്തി പറയണം, അതെ, അന്ന് അവർ സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ കണ്ടതെങ്കിൽ,
സ്വർഗത്തുനിന്ന് അവലോകനം ചെയ്ത് തന്റെ മണവാട്ടി ചേർക്കുവാൻ വേണ്ടി അന്ന് നോക്കി നിന്ന വിശുദ്ധന്മാർ, അതെ, ആ സഭയുടെ പിതാക്കന്മാർ ഉൾപ്പെടെ ഈ കാലഘട്ടങ്ങളിൽ ഒരുക്കപ്പെടുന്ന ദൈവമക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് അരുമനാഥന്റെ അടുക്കിലേക്ക്, സ്വർഗാസുഖത്തിലേക്ക് എടുക്കപ്പെടുവാൻ സമയമായി. അവിടുന്ന് വീണ്ടും 7 വർഷം കഴിയുമ്പോൾ, ഏകദേശം 7 വർഷം കഴിയുമ്പോൾ സ്വർഗാസുഖത്ത് നിന്ന് ഈ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. എത്ര വിശ്വസിക്കുന്ന ദിവസങ്ങളിൽ നാം നമ്മുടെ തലകളെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തലതാഴ്ത്താനല്ല, പ്രത്യാശ നോക്കാം. ഭൗതിക വിഷയത്തിനും മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിനും എന്റെ യേശു മതിയായവനാ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അത് തലകുനിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം ചോദിക്കും, അവരെവിടെയാ? നിന്നെ ശിക്ഷ വിധിക്കാൻ വന്നവർ എവിടെയാ? നിന്നെ കൊന്നുമുടിക്കാൻ വന്നവർ എവിടെയാ? നിന്റെ തലമുറ ഇല്ലാതെ ചെയ്യാൻ വന്നവർ എവിടെയാ? അവർ എല്ലാം ഇട്ടിട്ട് പോയില്ലേ? അവർ നിന്നെ ശിക്ഷിച്ചില്ലല്ലോ, നിന്നെ കൊന്നില്ലല്ലോ, നിന്നെ ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ, നിനക്കൊന്നും ഭവിക്കുവാൻ സമ്മതിച്ചില്ലല്ലോ. കാരണം നീ എന്റെ മുമ്പിലാ തലകുനിച്ചിരിക്കുന്നത്. ആത്മീയമായി യേശുവിനോട് കൂടെ നടന്നവർ, അവർ ഒലിവുമലയിൽ നിന്ന് അവർ യേശുവിന്റെ സ്വർഗരാജനെ കണ്ടെങ്കിൽ, അവർ മരിച്ചവർ വിശുദ്ധന്മാർ അവർ പർദീസയുടെ 3-ാം സ്വർഗത്തിൽ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ ശരീരം അവർ എടുക്കപ്പെടും. അതോടുകൂടെ ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ അത് കർത്താവിന്റെ വരവിന് വേണ്ടി ഉയരത്തിലേക്ക് നോക്കിയിരിക്കുക. എന്റെ യേശു എന്ന് വരുമെന്നുള്ള ഒരു കൂട്ടം ജനതയെ കർത്താവ് ഒരുക്കിയെടുക്കുന്നതിനായി, ആ ദർശനത്തിലേക്ക് ഒരുക്കിയെടുക്കുന്നതിനായി, പരിശുദ്ധമ ഒരുക്കുന്നതിനായി ഞാൻ ദൈവത്തിന് മുഴുവകത്വം അർപ്പിക്കുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ അവൻ തലകളെ ഉയർത്തുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തുന്ന ദൈവ. എവിടെ മൂല ദൈവം ഉയർത്തും ചോദിച്ചാൽ സ്വർഗം വരെ നമ്മെ കൊണ്ടുപോകുന്ന ഉയർച്ചയാണ് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രാത്രി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാട്ടെ, ഞങ്ങളുടെ കർത്താവ് വരും, അവന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.